കോടികളുടെ ക്രമക്കേട് നടന്ന മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നിക്ഷേപ കൂട്ടായ്മ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. നിക്ഷേപ കൂട്ടായ്മ പ്രതിനിധികളായ ജയകുമാർ ബി കുറുപ്പ്, സുരേഷ് വി എന്നിവരാണ് മത്സരിക്കുന്നതെന്ന് നിക്ഷേപ കൂട്ടായ്മ പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് എ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് മത്സരിക്കുന്നു. ഇവരിൽ ആർക്കെങ്കിലും ബാങ്കിൽ നിക്ഷേപമുണ്ടോ എന്ന് വിശദീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കോടികളുടെ ക്രമക്കേട് നടന്ന മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ നിക്ഷേപ കൂട്ടായ്മ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. നിക്ഷേപ കൂട്ടായ്മ പ്രതിനിധികളായ ജയകുമാർ ബി കുറുപ്പ്, സുരേഷ് വി എന്നിവരാണ് മത്സരിക്കുന്നതെന്ന് നിക്ഷേപ കൂട്ടായ്മ പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപ്പോൾ ഈ നിക്ഷേപകരുടെ ശബ്ദം അവിടെ കേൾക്കാൻ വേണ്ടിയാണ്, അവരെ ചോദിക്കാൻ വേണ്ടി. കാരണം ഒരുപാട് പേര് ഇത് നമുക്ക് രക്ഷപ്പെടുത്താം. നബാർഡിന്റെ സ്കീമിൽ പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങിക്കൊണ്ട് ഈ ബാങ്ക് ലിക്വിഡേഷനിൽ നിന്നും ഒഴിവാക്കപ്പെടാം. ഇതൊന്നും ചെയ്യാതെ കഴിഞ്ഞ 5 വർഷം ഭരിച്ചവര് പിന്നെയും ഭരിക്കാനായിട്ട് കയറി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാശ് കൊടുത്തവർ തന്നെ ഉണ്ടാവും, നെഞ്ചു വേദനിക്കും, കരയും. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതിനകത്ത് മത്സരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കിന് 5 വർഷം അവാർഡ് കിട്ടിയ ബാങ്കാണ് മാവേലിക്കര താലൂക്ക് കോപ്പറേറ്റീവ് ബാങ്ക്. ആ 11 ബ്രാഞ്ചിൽ ഇപ്പം 3 ബ്രാഞ്ച് കൂട്ടിക്കഴിഞ്ഞു. ഇത് കൂട്ടിക്കളിക്കാണ്. ഈ അടുത്ത സമയത്താണ് പിന്നെ കൂടി കൂട്ടിയത്. അപ്പൊ എന്ന് പറഞ്ഞവർ ബാക്കിയും നാളെ മറ്റന്നാൾ കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നിക്ഷേപകരായി ഞങ്ങൾ എവിടെ പോകും, ആരോട് ചോദിക്കും? ഒരു 1.5 വർഷത്തിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ 40 സ്റ്റാഫുണ്ട്, അവർക്ക് ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ. ഞങ്ങളത് കേസുമായിട്ട് പറഞ്ഞ ശേഷം അവർ ശമ്പളം കൊടുത്തത് തെറ്റാണെന്ന് അറിയാൻ അവർ ജോലി ചെയ്തിട്ടാണ് ശമ്പളം പഠിക്കുന്നത്. ഇങ്ങനെ കൊണ്ട് പോയിട്ട് 16 കോടി ഒരു 3 കോടിയോളം കിട്ടത്തില്ല. വർഷങ്ങളായിട്ട് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പണമാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതുവരെയും ഇന്നും എത്തിയിട്ടില്ല. അതായത് 8 DSPമാർ മാറി അന്വേഷിച്ചു, പക്ഷേ ഇതുവരെ ഇന്നും എത്തിയിട്ടില്ല. നിങ്ങളെല്ലാവരും പത്രത്തിൽ പല പ്രാവശ്യം മോചനങ്ങൾ കൊടുത്തു അന്വേഷണത്തിനെ പറ്റി. പക്ഷേ ഒരു പ്രയോജനം കിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ഇതിൻ്റെ പുറകിൽ അവർക്ക് പല സമ്മർദ്ദങ്ങളും കാണാനില്ല. പക്ഷേ നിക്ഷേപകരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 1 രൂപ പോലും കിട്ടാത്ത സ്ഥിതിയാണ്. 16 കോടി ലോൺ കൊടുത്തേക്കുന്നത് ഇന്ന് തിരിച്ചു കിട്ടും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വലിയ വലിയ ആൾക്കാരാണ് എടുത്തിരിക്കുന്നത്. അവരിൽ നിന്ന് വർഷങ്ങളായിട്ട് ട്രൈ കണ്ടിച്ചു പിടിക്കാൻ ഒരു ജപ്തി നടപടിയും സഹകരണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ബാങ്ക് ബാങ്ക് ഭരണസമിതിയുടെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല. അത് പാവങ്ങളായിട്ടുള്ളവരെ പോയി പിടിക്കുമല്ലോ, ചാരിച്ചൊക്കെ പിടിക്കും. ബാക്കി വൻ സ്റ്റാഫുകളെ പിടിക്കാൻ പറ്റുന്നില്ല. മേളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ അവർ പല രീതിയിൽ രാഷ്ട്രീയ സ്വാധീനം ആണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. കോൺഗ്രസ് എ ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഇവരിൽ ആർക്കെങ്കിലും ബാങ്കിൽ നിക്ഷേപമുണ്ടോ എന്ന് വിശദീകരിക്കണമെന്നും നിക്ഷേപ കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 22-നാണ് ബാങ്കിന്റെ അടുത്ത 5 വർഷത്തേക്കുള്ള ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2016-ൽ പുറത്തുവന്ന ബാങ്ക് തട്ടിപ്പിൽ 28 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി ആരംഭഘട്ടത്തിൽ റിപ്പോർട്ട് വന്നിരുന്നു. വിശദമായ അന്വേഷണത്തിൽ ഇത് 60 കോടിയിൽ പരം രൂപയായി ഉയർന്നതായി പിന്നീട് സഹകരണ വകുപ്പും ബാങ്ക് അധികൃതരും പറഞ്ഞിരുന്നു. പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ അത് തിരികെ ലഭിക്കാൻ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ സംഘടിച്ച് ബാങ്കിന് മുന്നിൽ മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ വരെ നിരന്തര സമരം നടത്തുകയും ചെയ്തിരുന്നു. നിക്ഷേപകർ നൽകിയ കേസിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, ED എന്നീ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ അതും പൂർത്തിയായിട്ടില്ല. 8 വർഷത്തിനിടെ 8 DYSPമാരാണ് മാറി മാറി കേസ് അന്വേഷിച്ചതെന്ന് നിക്ഷേപ കൂട്ടായ്മ ഭാരവാഹികൾ പറയുന്നു. പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം മൂലമാണ് അന്വേഷണം നീണ്ടുപോകുന്നത്. ഇതിനിടെ വായ്പകൾ തിരിച്ചുപിടിച്ച് നിക്ഷേപകരോട് അല്പമെങ്കിലും നീതി കാട്ടുവാൻ അധികൃതർ തയ്യാറായില്ല എന്നും നിക്ഷേപകർ പറയുന്നു. ഉള്ള തുക ഇഷ്ടക്കാർക്ക് നൽകിയും പിന്നെയും ബാങ്ക് അധപ്പതനത്തിന്റെ ആക്കം കൂട്ടി. 2019-ൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു. യോജിപ്പില്ലായ്മയെ തുടർന്ന് തുടക്കത്തിൽ തന്നെ ഒരംഗം രാജിവെച്ചു. ബാക്കിയുള്ള 10 അംഗങ്ങളെയും ജീവനക്കാരും ചേർന്ന് തട്ടിപ്പിനിരയായ നിക്ഷേപകരുടെ യോഗം വിളിച്ചുകൂട്ടി. നഷ്ടപ്പെട്ട പണം 1 വർഷത്തിനകം തരാമെന്ന് ബാങ്ക് ഭരിക്കുന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകി. എന്നാൽ 1 വർഷത്തിന് ശേഷം സമിതിയിലെ 4 അംഗങ്ങൾ തർക്കത്തിനെ തുടർന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. പുതിയ ഭരണസമിതി വന്നപ്പോൾ തഴക്കരയിലെ നിക്ഷേപകർ പല പാക്കേജുകൾക്കും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി. എന്നാൽ ഭരണസമിതിയുടെയും മാവേലിക്കരയിലെ ചില മുതിർന്ന നേതാക്കളുടെയും താൽപ്പര്യക്കുറവ് കാരണമാണ് ഇതൊന്നും നടക്കാതെ പോയതെന്നും നിക്ഷേപകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നിക്ഷേപ കൂട്ടായ്മ ഭാരവാഹികളായ ജയകുമാർ ബി കുറുപ്പ്, K രാമചന്ദ്രൻ പിള്ള, സുരേഷ് S ശ്രീലത, KC ചെറിയാൻ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര.